ഇന്ന് ലോകമെമ്പാടും ഒത്തൊരുമിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രഭാവം കുറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗോള മുന്നേറ്റത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഭാരത സർക്കാരും കാലാവസ്ഥാ വ്യതിയാനവും സംബന്ധിച്ച് ദേശീയ കർമ്മപദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുവാനായി ദേശീയ മിഷൻ ഈ കർമ്മപദ്ധതിയുടെ ഭാഗമാണ്. ഇത് നിർവഹിക്കുന്നത് വൈദ്യുതി മന്ത്രാലയവും ഊർജ്ജക്ഷമതാ ബ്യൂറോയുമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട തുടക്കമാണ് പ്രകടനം, നേട്ടം, വ്യാപാരം അഥവാ പാറ്റ്. ഇത് ഊർജ്ജ ഉപഭോഗ വ്യവസായങ്ങളുടെ ഊർജ്ജക്ഷമത മെച്ചപ്പെടുത്തുവാനായി ഡിസൈൻ ചെയ്തതാണ്. ഈ പദ്ധതിயின் കീഴിൽ നിർദ്ദിഷ്ട വ്യാവസായിക മേഖലകളെ റെട്രോഫിറ്റിംഗും ആധുനികവൽക്കരണവും മുഖേന ഊർജ്ജക്ഷമത മെച്ചപ്പെടുത്തുവാനായി പ്രോത്സാഹിപ്പിക്കുന്നു. അഥവാ അവ ഊർജ്ജത്തിൽ കുറവ് എന്ന മികച്ച ലക്ഷ്യം കൈവരിക്കുകയാണെങ്കിൽ അവർക്ക് വ്യാപാരയോഗ്യമായ ഊർജ്ജ സംരക്ഷണ സർട്ടിഫിക്കറ്റ് അഥവാ എസേർട്സ് ലഭിക്കുന്നു. അങ്ങനെ അവർ ലക്ഷ്യം കൈവരിക്കാത്ത വെള്ളത്തിന്റെ യൂണിറ്റുകൾ കണ്ടെത്തി അവയ്ക്ക് പിഴ ഈടാക്കുന്നതിന് പകരം ലക്ഷ്യം കൈവരിക്കാനുള്ള അവസരം നൽകാൻ വേണ്ടി. പാറ്റിന് കീഴിൽ വളം മേഖല ഈ മേഖല ഉപയോഗിക്കുന്ന ഊർജ്ജത്തിന്റെ 95% സംരക്ഷിക്കുന്നതിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയിൽ ഏകദേശം 99% ഊർജ്ജ അധിഷ്ഠിത ഫീഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇതുമൂലം 1.2 മില്യൺ ടൺ വരെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉദ്വമനത്തിൽ കുറവ് വരുത്തുവാൻ സഹായം ലഭിച്ചിട്ടുണ്ട്. പാറ്റ് പദ്ധതിயின் കീഴിൽ വരുന്ന 13 മേഖലകളാണ് അലൂമിനിയം, സിമെന്റ്, ക്ലോർ ആൽക്കലി, വളം, ഇരുമ്പ് ഉരുക്ക്, പേപ്പർ, പൾപ്പ്, താപവൈദ്യുത നിലയം, വസ്ത്രം, ഡിസ്കോം, റെയിൽവേ, പെട്രോളിയം റിഫൈനറി, വാണിജ്യ കെട്ടിടം, ഹോട്ടൽ, പിന്നെ പെട്രോകെമിക്കൽസ്. വളനിർമ്മാണ വ്യവസായം പാറ്റ് പദ്ധതിയിൽ കീഴിൽ വരുന്ന പ്രമുഖ മേഖലകളിൽ ഒന്നാണ്. ലോകത്ത് 3ാമത്തെ ഏറ്റവും വലിയ വളം നിർമ്മാണ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ലോകത്തിലെ ഉൽപാദനത്തിൽ ഏകദേശം 15% സംഭാവന നൽകുന്നുണ്ട്. 2015-16 ഇന്ത്യ 36 മില്യൺ ടണ്ണിലുമധികം വളം ഉൽപ്പാദിപ്പിച്ചിരുന്നു. 29 നിർദ്ദിഷ്ട ഉപഭോക്താക്കളുള്ള ഒരു മേഖലയ്ക്ക് ആദ്യത്തെ സൈക്കിളിൽ 0.478 മില്യൺ ടൺ എണ്ണയ്ക്ക് തത്തുല്യം അഥവാ TOE ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുവാനുള്ള ലക്ഷ്യം നൽകിയിരുന്നു. ഈ മേഖല 0.78 മില്യൺ ടൺ എണ്ണയ്ക്ക് തത്തുല്യം ഊർജ്ജം ലാഭിച്ചുകൊണ്ട് ലക്ഷ്യത്തേക്കാൾ 64% കൂടുതൽ കൈവരിച്ചു. ഇതിനായി വിവിധ ഊർജ്ജക്ഷമതയിലും ബന്ധപ്പെട്ട ഉപായങ്ങളിലും 9,100 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നു. പാറ്റ് പദ്ധതിயின் കീഴിൽ പഴയ ക്ഷമത കുറഞ്ഞ ഇന്ധനം ആധാരമാക്കിയുള്ള പ്ലാന്റുകൾ മാറ്റി അതിനു പകരം ഊർജ്ജക്ഷമതയുള്ള ആധുനിക ഗ്യാസ് ആധാരമാക്കിയുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ച് ഈ മേഖല എല്ലാ മേഖലകളിലും മുൻപന്തിയിലാണ്. ഇവിടെ അമോണിയ ഉൽപാദനത്തിനായി ടെക്നോളജിയിൽ മാറ്റം വരുത്തി അവ സ്വീകരിക്കുക, അധികമായ അമോണിയ കൺവെർട്ടറിനൊപ്പം ബന്ധപ്പെട്ട ഹീറ്റ് റിക്കവറി, കൂടുതൽ ക്ഷമതയുള്ള ടെക്നോളജിയും കാറ്റാലിസ്റ്റിൻ്റെയും ഉപയോഗം, സിന്തറ്റിക് ഗ്യാസുകളുടെ അധികമായ വൈദ്യുതീകരണം, കംപ്രസർ, ടർബൈൻ തുടങ്ങിയ തീവ്രമായ മെഷീനുകളുടെ പുനഃസജ്ജീകരണം അല്ലെങ്കിൽ അവ മാറ്റുക, മികച്ച താപ സംയോജനം പോലുള്ള ഉപായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഊർജ്ജക്ഷമത മെച്ചപ്പെടുത്തുവാനായി എടുത്തിട്ടുള്ള നടപടികളിൽ യൂറിയ പ്ലാന്റുകളിൽ യൂറിയ സ്ട്രിപ്പറിന്റെ ബൈമെറ്റൽ സ്ട്രിപ്പറിനൊപ്പം സ്ഥാപിക്കുക, യൂറിയ റിയാക്ടറിൽ ട്രേയുടെ ഉയർന്ന ക്ഷമതയുള്ള ട്രേയോടൊപ്പം സ്ഥാപിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് കംപ്രസറിന്റെ സക്ഷൻ കൂളിംഗ്, വാക്യൂം കോൺസെൻട്രേഷൻ സെക്ഷന് മുൻപിൽ ഫ്രീ കോൺസെൻട്രേഷൻ സ്ഥാപിക്കുക, ഹൈ പവർ യൂറിയ ഹൈഡ്രോളൈസർ, പിന്നെ വിവിധ മറ്റ് ഊർജ്ജക്ഷമതാ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ഞങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉദ്വമന സംവിധാനത്തെ GV സൊല്യൂഷൻ ആധാരമാക്കിയുള്ള സംവിധാനം കൊണ്ട് പുതിയ കംപ്രസർ, ഹെഡ് അപ്പ് സ്ട്രീം, VAM സക്ഷൻ ചില്ലിംഗ് യുക്തമായ AMBD ആധാരമാക്കിയുള്ള സംവിധാനത്തിലേക്ക് പരിവർത്തനം ചെയ്തു. സക്ഷൻ ചില്ലിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്ന് 15 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ തണുപ്പിക്കുന്നു. ഇത് കംപ്രസറിന്റെ ഇന്റർസ്റ്റേജ് ക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾ ബോയിലറിനെ HTAS റിയാക്ടറിന്റെ അപ്സ്ട്രീമിൽ HP സ്റ്റീം സൂപ്പർ ഹീറ്ററിലേക്ക് മാറ്റി. ഇതിന്റെ മൊത്തം നിക്ഷേപ ചെലവ് 0.45 ഗീഗാ കലോറി മെട്രിക് ടൺ യൂറിയയുടെ ഊർജ്ജ സംരക്ഷണത്തോടൊപ്പം 700 കോടി രൂപയായിരുന്നു. സാമ്പത്തിക ലാഭം പ്രതിവർഷം 350 കോടി രൂപ വരെ ആയിരുന്നു. യൂറിയ പ്ലാന്റുകളിൽ എല്ലാ BHL കംപ്രസറും പുതിയ ഊർജ്ജക്ഷമതയുള്ള ഹിറ്റാച്ചി കംപ്രസറിലേക്ക് മാറ്റി. ഒപ്പം തന്നെ ഞങ്ങൾ 2 അമോണിയ പ്ലാന്റുകളുടെയും സിന്തസിസ് ഗ്യാസ് കംപ്രസറിലേക്കും മാറ്റി.
ഞങ്ങളുടെ കമ്പനിയിൽ ആദ്യമായി അനേകം പദ്ധതികൾ നടപ്പിലാക്കി. ഉദാഹരണത്തിന് യൂറിയ റിയാക്ടറിൽ കാർബണേറ്റ് പ്രീ ഹീറ്റർ, അമോണിയ പ്രീ ഹീറ്റർ, വാക്യൂം പ്രീ കോൺസെൻട്രേറ്റർ, പിന്നെ ഡീപ് ഹൈഡ്രോളിസിസ്, കൂടാതെ ഉയർന്ന ശേഷിയുള്ള അതായത് ഹൈ എഫിഷ്യൻ ട്രേസ്, പിന്നെ പുതിയ ഉപായം എന്ന നിലയിൽ യൂറിയ റിയാക്ടറിൽ വേർട്ടെക്സ് മിക്സ്ചർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് മിശ്രണത്തിൽ അസംസ്കൃത വസ്തുക്കളെ വളരെ ഫലപ്രദമായ രീതിയിൽ ക്രമീകരിക്കുന്നു. ഈ മിശ്രണത്തിൽ നിന്നുത്ഭവിക്കുന്ന കുമിളകൾ വളരെ സൂക്ഷ്മാകൃതിയിലുള്ളതാണ്. അതിനാൽ രണ്ട് റിയാക്ടറുകൾക്കും ഇടയിലെ സമ്പർക്ക മേഖല വളരെ ഉയർന്നതാണ്. അത് കൂടുതൽ രൂപാന്തരവും മികച്ച ക്ഷമതയും പ്രദർശിപ്പിക്കുന്നു. അഥവാ നിങ്ങൾ ലാഭം കണക്കിലെടുത്ത് നടത്തിപ്പിന്റെ നിക്ഷേപ ചെലവ് നോക്കുകയാണെങ്കിൽ ഇത് 10 മാസത്തേക്കാൾ കുറവാണ്. ടെക്നോളജി വിതരണക്കാരുടെ സഹായത്താൽ വിവിധ ഊർജ്ജ സംരക്ഷണ പദ്ധതികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ BEE ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള പ്രക്രിയയിലാണ്. ഇത് യൂറിയയുടെ പ്രതി മേറ്റ ടണ്ണിനേക്കാൾ 5.5 ഗീഗാ കലോറി കുറവാണ്. ഈ വിജയത്തിൽ നിന്ന് ഉത്സാഹിതരായ വൈദ്യുതി മന്ത്രാലയവും BEEയും പാറ്റ് സൈക്കിൾ 2ലും 3ലും 8.869 മില്യൺ ടൺ എണ്ണയ്ക്ക് തത്തുല്യവും 1.06 മില്യൺ ടൺ എണ്ണയ്ക്ക് തത്തുല്യത്തിലധികവും ലക്ഷ്യമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഈ പദ്ധതിയിൽ ഇനിയും കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുവാനുള്ള ദിശയിൽ പാറ്റ് ഒരു പ്രമുഖ പദ്ധതിയാണ്. മാത്രമല്ല, ഇത് പരിസ്ഥിതിയുടെ പ്രഭാവത്തെ കുറയ്ക്കുകയും ഭൂമിയുടെ പുനരുജ്ജീവനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇത് നമ്മുടെ ഒരേയൊരു വീടാണ്.